വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഇവിടെ ഏതു വഴി, എന്തു ജീവൻ, ഏതു സത്യം എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. സത്യമായ ദൈവത്തിൽ നിന്നും വന്ന ജീവൻ ഞാൻ ആവുന്നു എന്ന് ക്രിസ്തു പറഞ്ഞത് ക്രിസ്തുവിനെക്കുറിച്ച് ആണെന്ന് മനുഷ്യൻ കരുതി. എങ്കിൽ തെറ്റില്ല. പക്ഷേ ആ ജീവൻ എവിടെയാണ് വന്നത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ജീവനായ വെളിച്ചം എങ്ങനെ മനുഷ്യനായി എന്ന് മനസ്സിലാവുകയുള്ളൂ. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 11:27. പിന്നെ ആരാണ് ക്രിസ്തു ദൈവപുത്രനാണെന്ന് പറഞ്ഞത്? അത് പറഞ്ഞത് യോഹന്നാൻ സ്നാപകനാണ്. അപ്പോൾ സ്നാപക യോഹന്നാൻ്റെ പുത്രനാണോ എന്ന് സംശയിക്കുന്നതിൽ വെറും സംശയമായ മാത്രമാകും. കാരണം പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. അത് മത്തായി 11:27. വീണ്ടും സംശയിക്കാം. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ കണ്ട ദൈവപുത്രനാരും എന്നും സംശയിക്കാം. പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാനിരിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. മത്തായി 11:28. ആ ദൈവപുത്രൻ ആർക്കാണ് ദൈവമായ പിതാവിനെ കാട്ടിക്കൊടുത്തത്? ഇവിടെയാണ് മനുഷ്യൻ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും അറിയാതെ നടക്കുന്നതും നടിക്കുന്നതും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 11:28. എന്താണ് അധ്വാനം? എന്താണ് ഭാരമായ ചുവട്? അതാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. മണ്ണും കല്ലും ചുമക്കുന്ന ഭാരമുള്ള ചുമടല്ല ഇവിടെ ദൈവപുത്രൻ പറയപ്പെടുന്നത്, ആശ്വസിപ്പിക്കപ്പെടുന്നതും. ഭൂമിയിൽ പ്രപഞ്ച സത്യത്തിൽ ദൈവമുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ എന്ന ചിന്തയുടെയും അന്വേഷണത്തിൻ്റെയും ഹൃദയഭാരമാണ് മനുഷ്യൻ്റെ ചുമട്. ആ ചുമടിനെയാണ് ക്രിസ്തു ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നത്. ആ സത്യദൈവത്തെ കാട്ടിത്തരാം എന്ന് തന്നെയാണ് അത് വിശ്വസിച്ചാൽ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആ ആത്മശാന്തിയാണ് ക്രിസ്തു പകരുന്ന ആശ്വാസം, അല്ലാതെ മനുഷ്യ ശരീരം താങ്ങുന്ന ഭാരമല്ല. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ല; കണ്ണാൽ കാണും, ദർശിക്കയില്ല താനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13:14. എന്തിനു വേണ്ടി? ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് തന്നെ. എന്ത് സൗഖ്യം?
ദൈവമുണ്ടെന്ന സൗഖ്യം കൈക്കൊള്ളാതിരിക്കാൻ തന്നെ മനഃപൂർവ്വം ഈ ജനം ആദരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു. എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15:8. എന്തുകൊണ്ട്? മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ വചനം പറയുന്നത് യേശു ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് പ്രവാചകന്മാരാണ് പറയുന്നത്. എന്തിനു വേണ്ടി? മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകലാൻ വേണ്ടി മറ്റൊരു മാർഗം സ്വീകരിച്ചാണ് അവർ ഈ വചനങ്ങളെയെല്ലാം പറഞ്ഞ് നിവൃത്തീകരിച്ചിരിക്കുന്നത്. ബാക്കി പിന്നീട് പറയപ്പെടും.